എൻ്റെ പേര് ഖലീലുർ റഹ്മാൻ. ഞാൻ സാഫി കോളേജിൽ BSc സൈക്കോളജി തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഇന്ന് ലീഡേഴ്സ് അക്കാഡമിനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ടോപ്പിക്കും ഞാൻ എങ്ങനെ BSc സൈക്കോളജി സ്റ്റുഡൻ്റ് ആയി എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ കാരണം എൻ്റെ പ്രായം തന്നെയാണ്. 25-ാം വയസ്സിൽ ഞാൻ ഡിഗ്രി എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അല്ലാതെ നാട്ടിൽ നിന്നായാലും ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രായത്തിൽ പഠിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചവർ വരെയുണ്ട്. അതിനൊക്കെ മെയിൻ കാരണം ഞാൻ മുന്നേ എടുത്തിട്ടുള്ള എൻ്റെ BSc ഇലക്ട്രോണിക്സ് 3 വർഷ ഡിഗ്രി തന്നെയാണ്. അന്ന് ആ സമയത്തിൻ്റെതും കളിച്ച് നടന്നതുകൊണ്ടുമൊക്കെ തന്നെ ഞാൻ നല്ല പോലെ ആ ഡിഗ്രിയിൽ ഉഴപ്പിയിരുന്നു. അതിൻ്റെ കൂടെ അവസാന വർഷത്തെ ഒരു ആക്സിഡൻറ്റും കൂടി ആയപ്പോൾ സപ്ലിയുടെ എണ്ണം നല്ല പോലെ കൂടി. ഏകദേശം 14 സപ്ലികളോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റൂല എന്നുള്ളൊരു വിശ്വാസം വന്നിരുന്നു. മുന്നേ പഠിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പറഞ്ഞു തുടങ്ങി, ഉഴപ്പിയതുകൊണ്ടാണ് പഠിച്ചത്, പഠിക്കാതായത്, സപ്ലികൾ കിട്ടിയത് എന്ന പോലെയൊക്കെ. അപ്പോൾ മൊത്തമായിട്ട് വിശ്വാസവും പോയി, പഠിക്കാൻ പറ്റില്ലെന്നൊരു തോന്നലും വന്നു. ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ജോലികളിലേക്ക് ഇറങ്ങാമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പല ജോലികളിലേക്ക് ഇറങ്ങി. ആ സമയത്ത് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഹാർഡ് വർക്കായിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഡൊമിനോസിൽ ഡെലിവറി ബോയ് ആയിട്ടും അതിൻ്റെ ഒപ്പം DTDCയിൽ വർക്കൊക്കെ ആയിട്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ മുതലാളിമാരിൽ നിന്നുണ്ടായ ചെറിയൊരു അനുഭവം, അതാണ് എനിക്ക് വീണ്ടും പഠിക്കണം, ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് തിരിച്ചെത്തിയത്. രണ്ടാമതൊന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഇനിയൊരു പേവ് പാടില്ല, ഇഷ്ടമുള്ള സബ്ജക്റ്റിൻ്റെ പേക്കിൽ തന്നെ പോകണമെന്ന് ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് BSc സൈക്കോളജി സെലക്ട് ചെയ്തത്. അന്ന് അഡ്മിഷന് വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്തിരുന്നത് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. വീട്ടിൽ നിന്ന് ഞാൻ ആദ്യം പറയാൻ പോലും നിന്നിരുന്നില്ല. ആദ്യത്തെ ഡിഗ്രി ഉഴപ്പിയതുകൊണ്ട് അവർ സമ്മതിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ആപ്ലിക്കേഷന് പോകുന്ന സമയത്ത് ജോലി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സാണ് അന്ന് ക്യാഷ് തന്നതും പല കാര്യങ്ങളിലും സഹായിച്ചിട്ടുള്ളതും ഫ്രണ്ട്സാണ്. ഞാൻ അതിൽ ഒരാളുടെ പേര് പോലും എടുത്തു വരണമെന്ന് പോലും ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ അത് കുറഞ്ഞു പോകും. അങ്ങനെ 1-2 ആളായിരുന്നില്ല അന്ന് സഹായിച്ചിരുന്നത്. പല കോളേജുകളുടെ ഡീറ്റെയിൽസ് എടുത്തു വന്ന പോലും എൻ്റെ അനിയൻ്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സുകളായിരുന്നു. ചില കോളേജുകളിൽ പോയപ്പോൾ അവിടുന്ന് മുഖത്തടിച്ച പോലെ റിജക്ഷനും കൂടി കിട്ടിയപ്പം ഹോപ്പ് മരിക്കുകയായിരുന്നു. എൻ്റെ പ്രതീക്ഷകളെല്ലാം ഇല്ലാതാവുകയായിരുന്നു. ആദ്യത്തെ 2 കോളേജുകളിൽ നിന്ന് എനിക്ക് ഈ പഠിക്കാനുള്ള യോഗ്യതയല്ല, അല്ലെങ്കിൽ എൻ്റെ മാർക്ക് അതിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ചില കോളേജുകളിൽ നിന്ന് കിട്ടിയത് ഈ പ്രായത്തിൽ പഠിക്കാൻ വരുന്ന അല്ല എന്നുള്ള രീതിയിലായിരുന്നു. അന്നൊരു മാനേജർ എൻ്റെ മുഖത്ത് നോക്കി, സൈക്കോളജിയിൽ ഗേൾസാണ് അധികം, അതുകൊണ്ട് ഈ പ്രായത്തിൽ ഈ പഠിക്കാൻ വരുന്ന അല്ല എന്ന് എനിക്ക് നല്ല പോലെ അറിയാമെന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ ഞാൻ സൈക്കോളജിയിൽ ഗേൾസാണ് കൂടുതൽ പഠിക്കുന്നതെന്ന് പോലും അറിയുന്നത്. അങ്ങനെ ഒരു ഹോപ്പും ഇല്ലാതായ സമയത്താണ് സാഫി കോളേജിൽ ആപ്ലിക്കേഷൻ ഇടുന്നതും. ആ സമയത്ത് ഒരു വൈകുന്നേര സമയത്ത് കളിച്ച് നടക്കുന്ന സമയത്താണ് എനിക്ക് കോൾ വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ളൊരു കോൾ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പറയുകയും അങ്ങനെ ഉപ്പ കൂടെ വന്നിട്ടാണ് സാഫി കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തത്. എന്നാൽ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ അവർ അഡ്മിഷൻ തരികയും രണ്ടാമത് അന്നിവിടെ കോളേജിൽ ഉണ്ടായിരുന്ന മൻസൂർ സാറെ കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, പ്രായം ഒന്നിൻ്റെ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ എനിക്ക് ഏത് പ്രായത്തിൽ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിൽ വേണമെങ്കിലും പഠിക്കാമെന്നും സാറാണ് ആദ്യമായിട്ട് ഹോപ്പ് വന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ തുടക്കം. രണ്ടാമത് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ HOD കാർത്തിക മിസ്, അവരും ആദ്യം എന്നോട് പറഞ്ഞത്, പഠിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്നു, ജയിക്കാൻ പറ്റുന്നു തന്നെയായിരുന്നു. വെറും തോൽവിയായി പോയും തോന്നിയിരുന്ന സമയങ്ങളിൽ ആ വാക്കുകളായിരുന്നു എൻ്റെ ഫസ്റ്റ് ഹോപ്പ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഡിഗ്രിയുടെ തുടക്കമായിരുന്നു. തുടങ്ങിയപ്പോഴും ഫാമിലിയിൽ നിന്നും വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ തേർഡ് ഇയറിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ പേരിൽ ആകെ ഒരു സപ്ലിയാണുള്ളത്. സപ്ലി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, പക്ഷേ ഒന്നേ ഉള്ളൂ, 14 നിന്ന് 1 യാത്ര. ഇന്ന് ഞാൻ വെറും തോൽവിയല്ല എന്നുള്ള തോന്നുന്ന സമയം. ഈ വിജയത്തിൻ്റെ ബാക്കിലും അന്ന് ഞാൻ പഠിക്കാൻ വരുന്നത് പെൺകുട്ടികളുടെ ഇടയിലേക്ക് പഠിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞ മാനേജറുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റും, ഈ ചുറ്റിലുള്ള പെൺകുട്ടികൾ തന്നെയാണ് എന്നെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും. ഇവർ തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ ബാക്കിലെ നല്ലൊരു നെടുന്തൂണും. താങ്ക് യു.